എനിക്ക് ചില ഹൊറർ സിനിമ കാണുമ്പോൾ ചിരിക്കാനാവും തോന്നാൻ. കാരണം വെറുതെ കാലിന് കൊലുസം കെട്ടി പാട്ടും പാടി കുറച്ച് രക്തം കുടിച്ച് നടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ പഴയ മലയാള സിനിമയിൽ. പക്ഷെ അതല്ലാത്ത സിനിമ പഴയ സിനിമകളുണ്ട്. യക്ഷി പിന്നീടാണ് ഇതിനൊരു കച്ചവടമാക്കി, വെറും കച്ചവടമാക്കി വെള്ളസാരി പാട്ട്. അപ്പൊ നമ്മൾ ഞാൻ ചെന്ന നമുക്കിത് പൂർണ്ണമായിട്ട് കളർ ഡ്രസ് യക്ഷി ഇഡലി ഇതിന്റെ യക്ഷി. അതൊരു ഭയങ്കര വലിയ ട്രോളായിരുന്നു ഈ അടുത്ത് വരെ. മേഘസന്ദേശം എന്ന മൂവി പതിപോലെ പ്രേതപടങ്ങളോടുള്ള ഇഷ്ടം കാരണം കൊണ്ട് പോയി കണ്ട പടം. മേഘസന്ദേശം എന്ന പടത്തിനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്ത് പ്രേതപടം കണ്ടാലും എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അതിൽ 1-2 സീൻ കണ്ടപ്പോൾ അയ്യോ ഇതൊരു സുഖമായില്ലല്ലോ, ഒരു പെർഫെക്ഷൻ ഇല്ലല്ലോ എന്ന് തോന്നിപ്പോയി. അതിലെ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞ സിനിമയിൽ ലാസ്റ്റ് റോസിയെ കല്ലറയിൽ നിന്ന് എടുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ റോസി മരിച്ചിട്ട് ഏതാണ്ട് കുറെ ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷെ റോസിനെ കല്ലറയിൽ നിന്ന് എടുക്കുമ്പോൾ റോസി എന്തോ പുണ്യാളന്റെ ശരീരം പോലെ ഒരു കേടുപാടും പറ്റാണ്ട് എങ്ങനെയാണ് അടക്കി അതേപോലെ തന്നെ ഇരിക്കുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രേതത്തിനെ കൊണ്ട് ഇഡലി തീറ്റിക്കുന്നതും പ്രേമിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഒരു വെറൈറ്റി ഉദ്ദേശിച്ചെങ്കിലും അതങ്ങ് സക്സസ് ആയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സീൻ പറയാം. അതിലെ കിടു സീനുകൾ. ഫസ്റ്റ് തന്നെ സുരേഷ് ഗോപി ജാക്കറ്റ് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ റോസിന്റെ ഗ്രാൻഡ് ഫാദർ മദറും പറയുന്നുണ്ട് പുള്ളിക്കാരി മരിച്ചിട്ട് ഏതാനും മാസങ്ങളായെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി തിരിഞ്ഞു നിൽക്കുന്ന സീനുണ്ട്. 1. രണ്ടാമത്തെ സീന് ഹരിശ്രേഷോകനായിട്ട് പ്രയത്നം ഓടിക്കൊണ്ട് വരുമ്പോൾ ഇന്ദ്രൻസ് പറയുന്നത് ഞാനൊരു സ്ഥലം കാണിച്ച് ഒളിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻസ് ഓടിക്കൊണ്ടുപോകുമ്പോൾ തിരിഞ്ഞ് ഇന്ദ്രൻസ് പ്രേതമായിരിക്കുന്നത്. 2. പിന്നെ ലാസ്റ്റത്തെ ഒരു സീനിൽ പിന്നെ ഇവള് സംയുക്ത വർമ്മ കാട്ടിലോട്ട് പോകുന്ന ഒരു സീനിൽ കുറച്ച് ഹൊററൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 സീൻ എന്റെ ഫേവറേറ്റ് ആയിട്ടോ. നിങ്ങളും പറയാട്ടോ, നിങ്ങൾ ഈ പടം ഞാനൊരു സി ക്ലാസ് തിയേറ്ററിൽ കണ്ട പടമാണ്. നിങ്ങളും പറയാം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ആയിരുന്നു പറയാട്ടോ. ക്യൂ സ്റ്റുഡിയോ എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിലാട്ടോ നമ്മുടെ രാജസ്ഥാനിൽ ഇതൊക്കെ പറഞ്ഞത്.